നാളെ ഉച്ചയോടുകൂടിയായിരിക്കും ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കുക. അക്കാര്യം ആലത്തൂർ ഡിവൈഎസ്പി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്നത് പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അതായത് ഇയാൾ ഈ കുറ്റത്തിന് ശേഷം, അതായത് ഈ ഇരട്ട കൊലപാതകങ്ങൾക്ക് ശേഷം ഇയാൾ പോത്തുണ്ടി വനമേഖലയിലേക്കാണ് പോയത്. അവിടെ ഒരു ദിവസം മുഴുവൻ, രാത്രി മുഴുവൻ കഴിഞ്ഞു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. അതായത് ഭക്ഷണം കരുതി വെച്ചിരുന്നു വീട്ടിൽ, അത് കഴിക്കാനായി വരുന്നു എന്നതാണ് ഈ ചെന്താമര പോലീസിനോട് പറഞ്ഞത്. ആ വഴിക്ക് വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ പോലീസ് സംഘം ആ വീടിന് കാവലായിട്ടുണ്ടായിരുന്നു. കൃത്യമായും പോലീസിന്റെ മുന്നിലേക്ക് ചെന്താമര വന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാരൊന്നും അറിയാതെ ഇയാളെ അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയും ആലത്തൂർ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് നേരെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇവിടെ വെച്ചിപ്പോൾ പ്രാഥമികമായി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. അതിനുശേഷം ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തും. ഇന്ന് പുലർച്ചെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം നാളെ ഉച്ചയോടുകൂടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതിന് ഒപ്പം തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും പോലീസ് നൽകും. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ വേണം. ഇപ്പോൾ കണ്ട ജനരോക്ഷം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ തെളിവെടുപ്പിനെ ഈ കുറ്റകൃത്യം നടന്ന വീട്ടിലേക്ക് ചെന്താമരയെ എത്തിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യം തന്നെയായിരിക്കും. അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉറപ്പാക്കി മാത്രമേ പോലീസിന് ഇയാളുമായി ഇനി ഒരു നീക്കം നടത്താൻ കഴിയൂ. എന്തായാലും നിയമപരമായ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കണം. അതിനുവേണ്ടി പ്രതിയുടെ തെളിവെടുപ്പ് ആവശ്യമാണ്. വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണം. അതോടൊപ്പം തന്നെ ഈ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളടക്കം ചെന്താമര വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആയുധങ്ങൾ ഈ പ്രതിയെ കൊണ്ടുപോയി പ്രതി കാണിച്ചു തരുന്ന വഴിയിലൂടെ പോയി ആയുധങ്ങൾ കണ്ടെടുക്കുക എന്നതാണ് നിയമപ്രകാരമുള്ള നടപടിക്രമം. അതിന് തെളിവ് മൂല്യമുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ പോലീസിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടുക എന്നത് തന്നെയായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള കാര്യം. ആ വലിയ കടമ്പ പോലീസ് പിന്നിട്ട് കഴിഞ്ഞു. ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിലെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നത് മാത്രമാണ് പോലീസിന് മുന്നിലുള്ള കാര്യം. അതത്ര ഇപ്പോൾ ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പോലെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പോലീസിന് അത് നിയമപരമായ നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ പൂർത്തീകരിക്കാം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ദൃക്സാക്ഷികളുണ്ട്. അത് സംഭവിച്ചിരിക്കുന്നത് ഒരു ചെറിയ പ്രദേശത്ത് വെച്ചാണ്. അതായത് ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ വീടിന് തൊട്ട് മുന്നിലെ വഴിയിൽ വെച്ചാണ്. ചെന്താമരയുടെ വീടിനും ഈ സുധാകരന്റെ വീടിനും ഇടയിലുള്ള വഴിയിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ തെളിവ് ശേഖരണമാണ് ഈ കേസിൽ പ്രധാനമായിട്ടുള്ളത്. അത് വേഗത്തിൽ തന്നെ പോലീസിന് പൂർത്തീകരിക്കാൻ കഴിയും. പിന്നെ ഒരു ആശങ്ക എന്നത് ഈ ചെന്താമര ഇനിയും ജാമ്യത്തിലിറങ്ങി ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുമോ, ഉന്നം വച്ചിരിക്കുന്ന മറ്റുള്ളവരിലേക്ക് ചെന്താമര ആക്രമണം അഴിച്ചുവിടുമോ എന്നതാണ്. അത് എന്തായാലും ഇനി സംഭവിക്കാൻ സാധ്യതകളില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ജുഡീഷ്യറി ഈ ചെന്താമരയ്ക്ക് ആദ്യ കേസിൽ ജാമ്യം നൽകിയപ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രതി എന്ന നിലയിൽ ഈ ചെന്താമരയ്ക്ക് ഇനി ജാമ്യത്തിലിറങ്ങുക എന്നത് നിയമപരമായി സാധ്യമുള്ള ഒരു കാര്യമല്ല. ഒരു നീതിന്യായ കോടതിയും ഇനി ചെന്താമരയ്ക്ക് ജാമ്യം നൽകി പുറത്തിറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. വിചാരണ തടവുകാരനായി തന്നെ ചെന്താമര ഈ കേസിൽ വിചാരണ നടപടികൾ പൂർത്തീകരിച്ച് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ആദ്യ കേസിലും വിചാരണ നടപടികൾ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാണ് ചെന്താമരയ്ക്ക് ജാമ്യം അനുവദിച്ചത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് 3 കൊലക്കേസുകളുടെ വിചാരണയായിരിക്കും നടക്കാൻ പോകുന്നത്. ആദ്യത്തെ കേസിന്റെ വിചാരണ നടക്കും. അതിനുശേഷം ഇപ്പോഴത്തെ ഇരട്ട കൊലപാതകത്തിന്റെ വിചാരണയും നടക്കും. അതിനുശേഷം കോടതി ശിക്ഷ വിധിച്ച് പ്രതി ജയിലിൽ തന്നെ തുടരേണ്ടി വരുമെന്നത് തീർച്ചയാണ്. കാരണം ഈ ഇരട്ട കൊലപാതകത്തിന് കൃത്യമായ ദൃക്സാക്ഷികളുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കോടതിക്ക് മുന്നിൽ തെളിയിക്കുക എന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പോലീസ് പ്രാഥമികമായ തെളിവിൽ ശേഖരണത്തിൽ തന്നെ ചെന്താമരയ്ക്കെതിരായ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്.